കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ സക്രാരിയിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ വിശുദ്ധ കുർബാന. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള വലിയ വാഗ്ദാനത്തിൻ്റെ ഉറപ്പാണ് ഈ വിശുദ്ധ കുർബാന. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയതിൻ്റെ വലിയ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. പ്രിയമുള്ളവരെ, നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരുന്ന ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ കണ്ണുകളെ കേന്ദ്രീകരിക്കാം. മനുഷ്യന് മറ്റൊന്നും ദൈവത്തിന് വേണ്ടി ചെലയാനില്ല. അവിടുത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയുമല്ലാതെ. ദൈവത്തെ അറിയാനും അവിടുത്തെ സ്നേഹിക്കാനും അവിടത്തിൽ എത്തിച്ചേരാനുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദി പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, ദി ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഈശോയോടൊപ്പം ആയിരിക്കാനാണ് നമ്മൾ നിമിഷങ്ങളിൽ ഈ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തോട്, ഈ സന്നിഹിതനായിരിക്കുന്ന ഈശോയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതനാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൾ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥന നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീണാൾ വാഴേണം. ദൈവം ബലിയായി അർപ്പിച്ച
അവിടുത്തെ സ്നേഹമാണ് വിശുദ്ധ കുർബാന. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന. നമ്മോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ബലിയായി തീർന്ന യേശുവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാം, സ്നേഹിക്കാം. സ്നേഹനാദമൊരു ബലിയാ ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ, എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ, അവകാശിയും അതിനാദനും നീ മാത്രമീശോ മിശിഹായേ. അവകാശിയും അതിനാദനും നീ മാത്രമീശോ മിശിഹായേ. ആരാധിച്ചിടാൻ കൂടി ആരാധിച്ചിടാൻ, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ ആണു വീണു വന്നിച്ചിട ആത്മനാരാജ അങ്ങിൽ ചേരേണം എൻ മനസ്സിൽ നീ വാഴേണം. സ്നേഹമുള്ളവരെ, നമ്മൾ ആരാധനയിലായിരിക്കുകയാണ്. മാസത്തിലൊരിക്കൽ നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വചനം കേട്ട് അവിടുത്തെ ആരാധിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആധ്യാത്മികതയെ കൂടുതലായിട്ട് ഉണർത്താനായിട്ട്, കൂടുതൽ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാനായിട്ടുള്ളൊരവസരമാണ് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലീജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. മതാത്മകത, അതോടൊപ്പം ആധ്യാത്മികത. പലപ്പോഴും മതാത്മകതയിൽ തളയ്ക്കപ്പെട്ട് പോകുന്നവരായിട്ട് നമ്മൾ മാറാറുണ്ട്. മതാത്മകത എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ മതാത്മകതയിൽ പെട്ടതാണ്. എല്ലാ പ്രാർത്ഥനകളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ മതാത്മകതയിൽപ്പെട്ടതാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ദൈവത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത. എന്താണ് ആധ്യാത്മികത? അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാട്ട് വി ആർ, നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അനുസരിച്ചാണ്. മതാത്മകതയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ ആകുലചിത്തരാകുന്നു, പള്ളിയിലേക്ക് ഓടുന്നു, ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇത് നമുക്കൊരു ആശ്വാസം തരുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആഴമായിട്ട്, ദൈവമറിയാതെ, ഇന്ന് ആദ്യത്തെ ടോക്കിൽ നമ്മൾ കേട്ടതുപോലെ, ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന് എല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കാനായിട്ട് കഴിയും. ഈ ഒരു ഉറപ്പ്. സോ ഇറ്റ്സ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധമാണ്. അത് വെറുതെ ഉപരിപ്ലവമായ ആഘോഷങ്ങളിൽ മാത്രം, പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടതിൽ മാത്രം എത്തി നിൽക്കുന്നതല്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ പോകണം. അപ്പം അതിന് സഹായിക്കാനായിട്ടാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയും പ്രാർത്ഥന സംരംഭവും എല്ലാം ആരംഭിച്ചിരിക്കുന്നത്.
അപ്പോൾ പ്രശ്നം വരാത്തതല്ല ദൈവം കൂടെ ഉണ്ടെന്നുള്ള തെളിവ്. ടെൻഷനുകൾ, ആകുലതകൾ ഇല്ലാത്തതല്ല ദൈവം കൂടെ ഉണ്ടെന്ന തെളിവ്. ഒരുപാട് സമ്പത്തുണ്ടാകുമ്പോഴും സൗഭാഗ്യം ഉണ്ടാകും മാത്രമല്ല ദൈവം കൂടെ ഉണ്ടെന്ന തെളിവ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും നടുവില് കർത്താവ് വഞ്ചിയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ, തിരമാലകളും കാറ്റും കോളും എല്ലാം ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവ് അവിടെ ശാന്തമായിട്ട് കിടന്നുറങ്ങായിരുന്നു. കാരണം എന്താണ്? ദൈവത്തിൻ്റെ, ഈശോയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവനറിയായിരുന്നു. അത് എവിടെ വരെ പോകുന്നു അറിയായിരുന്നു, എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയായിരുന്നു. ആ ഒരു ബോധ്യം, ഉറപ്പ്, ജീവിതം എന്താണെന്ന്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഞാൻ എവിടെ എത്തിച്ചേരണം എന്നുള്ള ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? സമചിത്തതയുണ്ടാകും, ശാന്തതയുണ്ടാകും, നമുക്ക് എന്തിനും ഒരു ആശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടാനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. പ്രാർത്ഥനയൊക്കെ ഇതിന് സഹായിക്കുന്നതാണ്. മതത്തിൻ്റെതായ മതാത്മകത, അനുഷ്ഠാനങ്ങളെല്ലാം ഇതിന് സഹായിക്കുന്നതാണ്. പക്ഷേ അത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാനായിട്ട് സമയം. അതിന് നമ്മളെ സഹായിക്കുന്ന പല മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ധ്യാനം എന്നുള്ളത്. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നിയന്ത്രിക്കാനുള്ള ശക്തി, കഴിവ് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും ശക്തിയോടും ആത്മാവോടും കൂടി സ്നേഹിക്കണം. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞതാണ്, മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, ശരീരം, ആത്മാവ്. ഇതിനെ 3നെയും ഉത്തേജിപ്പിക്കാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് യഥാർത്ഥമായ ജ്ഞാനം. അറിവുണ്ട്, ജ്ഞാനമുണ്ട്, നോളജ് ആൻഡ് വിസ്ഡം. ജ്ഞാനത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ പരിശീലനങ്ങൾ നമ്മൾ എല്ലാ മാസത്തിലും ഒരു ദിവസമുള്ള ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ നിമിഷം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം ഈശോയോട് ചേർന്ന് നിന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. കണ്ണുകളടച്ച് പാദങ്ങൾ രണ്ടും നിലത്തോട് ചേർത്ത് വെച്ച്, കൈകൾ രണ്ടും നമ്മുടെ മടിയിൽ വെച്ച്, പരസ്പരം കൈകൾ തൊടാതെ മടിയിൽ വെച്ച്, പറ്റുന്നത്ര ശാന്തമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിരിക്കാം. ഈശോയുടെ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. കണ്ണുകൾ ശാന്തമായിട്ടടച്ച് നമുക്കൊന്ന് നമ്മുടെ ശ്വാസം ഒന്ന് ആഞ്ഞ് അകത്തേക്കെടുത്ത് ഒന്ന് ആഞ്ഞ് ശ്വസിക്കാം. പുറത്തേക്ക് ആ ശ്വാസം ഒന്ന് വിടാം. വീണ്ടും ഒന്നുകൂടി ഒരു ദീർഘശ്വാസം അകത്തേക്ക് വലിക്കാം. വീണ്ടും പുറത്തേക്ക് നമ്മുടെ ആ ശ്വാസത്തെ നിയന്ത്രിച്ച് നമുക്ക് വിടാം. അങ്ങനെ 2-3 പ്രാവശ്യം അകത്തേക്കും പുറത്തേക്ക് നമുക്ക് ശ്വാസം വലിച്ച് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ ഏറ്റവും ശാന്തമായിട്ട് ഇരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ശാന്തമായ ശരീരം, ഏകാഗ്രമായ മനസ്സ് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങുവാനുള്ള വഴികളാണ്. ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ, മനസ്സിൻ്റെ ഉത്കണ്ഠകൾ, ഏകാഗ്രമായ ചിന്തയിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഈശോയും മാത്രമാണ്. മറ്റ് ചിന്തകൾ, ആകുലതകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമുക്ക് മറക്കാം. പ്രണാമം പ്രണാമം മഹാദേവ
മഹാജ്ഞാനസാര. ഏറ്റുപാടാം. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. തമസിന്നിരുൾ നീക്കി മനസ്സിൽ വരൂ നീ. തമസിന്നിരുൾ നീക്കി മനസ്സിൽ വരൂ നീ. തരൂ നൽ പ്രകാശം പ്രപഞ്ചം വിളങ്ങാൻ. തരൂ നൽ പ്രകാശം പ്രപഞ്ചം വിളങ്ങാൻ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രകാശം പരത്തുന്ന വിജ്ഞാനസൂര്യ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര. 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 പ്രണാമം പ്രണാമം മഹാജ്ഞാന. നിത്യപ്രകാശമായ ഈശോയോടൊപ്പം ഞാനും ഇരിക്കുകയാണ്. സെഹിയോൻ ഊട്ടുശാലയാണത്. ഒരു ശിഷ്യനായി അവിടത്തോടൊപ്പം ഞാനുണ്ട്. അപ്പമെടുത്ത് വാഴ്ത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഈശോ പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, നിനക്ക് വേണ്ടി, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി, നിന്നോടൊപ്പം എന്നും ആയിരിക്കാൻ
ആഗ്രഹിക്കുകയാണ് ഞാൻ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, അളവുകളില്ലാത്ത സ്നേഹമാണ്. നീ എൻ്റെ ഓമനപുത്രൻ, നീ എൻ്റെ ഓമനപുത്രി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ നൊമ്പരങ്ങൾ, നിന്റെ സഹനങ്ങൾ, നിന്റെ വേദനകൾ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥകൾ എല്ലാം അറിയുന്ന യേശുവിനെ ഞാൻ നിന്നോടൊപ്പമുണ്ട്. യേശു പാനപാത്രം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം. നിന്നെ ഏകനായി ഞാൻ വിടില്ല. ചിലപ്പോഴൊക്കെ നിനക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട്, കുറവുകളുണ്ടായിട്ടുണ്ട്, സഹനങ്ങളുണ്ടായിട്ടുണ്ട്, എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എനിക്കെതിരായി നിന്റെ ചിന്തകൾ കൊണ്ട്, സംസാരം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, കാഴ്ചകൾ കൊണ്ട് പാപം ചെയ്തിട്ടുണ്ട്. എങ്കിലും നിന്റെ പാപങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കാൻ ഈ രക്തം മതി. ഈ അവസാന തുള്ളി രക്തം വരെ കൽവരി മലയിലെ കുരിശിൽ നിനക്ക് വേണ്ടി ഇറ്റിട്ട് വീഴും. ഒരു സാത്താനും അതിനുശേഷം നിന്റെ മേലോ ഈ ഭൂമിയുടെ മേലോ അധികാരം ഉണ്ടാകില്ല. എല്ലാം മരണത്തിൻ്റെ മേലുള്ള വിജയമാണത്. നീ എന്നോടൊപ്പം ഇരിക്കുകയാണ് ഈ സെഹ്യോനോട്ട് ശാലയിൽ. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും നമുക്കിത് ആവോളം ആസ്വദിക്കാം. ഈ ഉറപ്പ് മനസ്സിന് നൽകാം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്, അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടത്. ഈ വിശ്വാസം ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ പതിയട്ടെ. യേശുവും ഞാനും മാത്രം. ഹി ലവ്സ് മീ. വ്യക്തിപരമായിട്ട് പേര് ചൊല്ലി വിളിച്ച് അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ ബോധ്യം ഉള്ളിൽ നിറയ്ക്കാം. നമ്മുടെ കുറ്റബോധങ്ങൾ മാറ്റാം. നിരാശയിൽ പോകാൻ പാടില്ല. കാരണം നിരാശ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവിടെ നമ്മൾ വീണ്ടെടുത്താണ്. അവിടുത്തെ കൂതാശകളിലൂടെ എന്നെ വീണ്ടും ശക്തിപ്പെടുത്തുന്നവനാണ്. ഈ ബോധ്യം കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നിറയട്ടെ. എൻ്റെ ശരീരവും മനസ്സും ചിന്തകളുമൊക്കെ അവിടുത്തെ ശക്തിയാൽ നിറയുകയാണ്. അവിടുത്തെ ആത്മാവിനാൽ നിറയുകയാണ്. ഞാൻ വെറും ഒരു മനുഷ്യനല്ല, അതിലുപരി ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന സജീവനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. യേശുവെ നന്ദി. ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് വന്ന യേശുവോട് നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. നമുക്ക് വീണ്ടും നമ്മുടെ ശ്വാസം ഒന്നുകൂടി അറിഞ്ഞുകൊണ്ട് അകത്തേക്കൊന്ന് ശ്വാസം വലിച്ച് റിലാക്സായിട്ട് എല്ലാ തിന്മയുടെ ശക്തികളും പുറത്തേക്ക് പോട്ടെ. ശ്വാസം പുറത്തേക്കൊന്ന് ദീർഘമായിട്ട് വിടാം. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ശ്വാസം ഒന്ന് വലിച്ച് അകത്തേക്ക് കയറുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണെന്ന് നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്വീകരിക്കാം. നമ്മിലുള്ള അശുദ്ധമായ ചിന്തകളും എല്ലാം പുറത്തേക്ക് വിട്ടുകളയാം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സാവധാനം നമ്മുടെ കണ്ണുകൾ തുറക്കാം.
നമ്മളിന്ന് ധ്യാനത്തിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ പരിശീലിച്ചത്. പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിത് വീട്ടിലൊന്ന് ചെയ്യണം. ഇത്രയും പറയൊന്നും വേണ്ട, ശാന്തമായിട്ടിരുന്ന് വീട്ടിലിതൊന്ന് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. അച്ഛന്മാർക്കും സന്യാസികൾക്കും മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും ഇത് ആവശ്യമാണ്. ശാന്തമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ തിന്മകളുടെ നമ്മൾ പലരുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിന്മകളുടെ ശക്തികളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകും. ഇതിനൊക്കെ പുറത്തേക്ക് തള്ളിവിടണം. അപ്പോൾ അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ശാന്തമായിട്ടിരുന്ന് ഏതെങ്കിലും ഒരു വചനം അധികം പോവുക, അതിനു മുൻപായിട്ട് വായിക്കണം. ആ വചനത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഒന്നുകിൽ നല്ല ഇടയനായ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇപ്പം നല്ല ഇടയനായ ഈശോ നടന്നു പോകുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. അതുകൊണ്ട് ഈശോയോടൊപ്പം ഞാൻ നടക്കുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെ നമുക്ക് ഈശോ പറയുന്ന വാക്കുകൾ, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നു, ഇത് നമ്മുടെ മനസ്സിലൊന്ന് ഉരുവിട്ടുകൊണ്ട് ഒന്ന് ശാന്തമായിട്ടിരുന്നു ഒരു 3 ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് ഇടുക. ഇതുപോലെ അവസാനിപ്പിക്കുമ്പോഴും ശാന്തമായിട്ട് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലും മനസ്സിനും ഒക്കെ ഉണ്ടാക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല കാര്യമായിട്ട് തോന്നിയില്ലേ? മനസ്സിനൊരു ആശ്വാസമൊക്കെ തോന്നിയ പോലെ തോന്നിയില്ലേ? ചെയ്യണം. ഇത് നമ്മൾ വിചാരിക്കും നാണക്കേടാണ്, മറ്റുള്ളവർ കണ്ട് എന്താ വിചാരിക്കും എന്ന് കരുതും. വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇത് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല റിലീജിയസും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു വചനം വായിക്കാം. വചനത്തിൻ്റെ ഒരു പാട്ട് പാടി നമുക്ക് വചനം വായിക്കാനായിട്ട് ഒരുങ്ങാം. നമുക്ക് എഴുന്നേറ്റ് നിന്നാലോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12 വാക്യങ്ങൾ 16 മുതൽ. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശരവണ ഭവൻ എന്ന ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? ശരവണ ഭവൻ ഈ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ശരവണ ഭവൻ എന്നുള്ള ഹോട്ടൽ നല്ല നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ദോശ കിങ് എന്നാണ് അതിൻ്റെ ഓണറായ രാജഗോപാൽ എന്ന് പറയുന്ന ആളറിയപ്പെടുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ
നമ്മുടെ യൂട്യൂബിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. 20ഓളം രാജ്യങ്ങളിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, 20ഓളം രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദോശ കടയുണ്ട്. തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ, ചെന്നൈയിലാണ് ആദ്യം അദ്ദേഹം കട ആരംഭിക്കുന്നത്. കോടിക്കണക്കിന് ആസ്തിയുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതകഥ തുടങ്ങുന്നത് ചെറിയൊരു കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളായിട്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഭയങ്കര ട്രാജഡി ആയിരുന്നു. ഇദ്ദേഹം ജയിലിലാവുകയും അവസാനം രോഗം വന്ന് പെട്ടെന്ന് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ആള് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയാണ്. മരിക്കാൻ ഇദ്ദേഹത്തിന് ജയിലിലാവാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ, വളരെ സ്വത്തുണ്ടായിരുന്ന ഇദ്ദേഹം 2 വിവാഹം കഴിച്ചിരുന്നു. 3ാമത് ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് പുള്ളി പദ്ധതികൾ ഉണ്ടാക്കി. അതായത് ജീവജ്യോതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കടയിലെ അസിസ്റ്റന്റ് മാനേജറുടെ മകൾ, ഈ മകളെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. സ്വത്തൊക്കെ ഇഷ്ടമുള്ള പോലെയുണ്ട്, അധികാരമുണ്ട്, ഈ അധികാരികളുടെ എല്ലാം സപ്പോർട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ മനുഷ്യന് ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഐശ്വര്യം കൂടുമെന്ന് പറഞ്ഞു. അതും അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള താല്പര്യവും ഒക്കെ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇദ്ദേഹത്തെ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? ശാന്തകുമാർ എന്ന് പറയുന്ന ഈ ജീവജ്യോതിയുടെ ഭർത്താവിനെ ആളുകളെ വിട്ട് കൊന്ന് കൊടൈക്കനാലിൽ കൊണ്ടുപോയി തള്ളി. കൊടൈക്കനാൽ എന്ന് വെച്ചാൽ 2000-ലധികം അടി താഴ്ചയുള്ള വലിയ കൊക്കയുള്ള സ്ഥലമാണ്. പക്ഷേ ഇദ്ദേഹം 20 അടി താഴ്ചയിൽ ഒരു പാറക്കല്ലിൽ ഉടക്കി നിന്നു. അവിടുത്തെ പോലീസുകാർ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി കണ്ട് അത് എടുത്തുകൊണ്ട് വന്ന് തെളിവുകളൊക്കെ ശേഖരിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ഈ രാജഗോപാൽ എന്ന് പറയുന്ന ഈ ഓണറാണെന്ന് മനസ്സിലാക്കുന്നത്. ഇഷ്ടം പോലെ സ്വത്ത്, 20 രാജ്യങ്ങളിൽ ബിസിനസ്, ഇത്രയോളം 2 ഭാര്യമാര് ഉള്ള ഈ മനുഷ്യൻ അവസാനം എല്ലാ കോടതികളിലും പോലീസ് സംവിധാനങ്ങളിലും ഒക്കെ സ്വാധീനം ചെലുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സുപ്രീം കോർട്ടിൽ അവസാനം പുള്ളിയെ ജീവപര്യന്തം ശിക്ഷിക്കുകയാണ്. ഒന്നുമില്ലാതെ അവസാനം ഇദ്ദേഹം മരിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ അപമാനിതനായിട്ട് മരിക്കുകയാണ്. നിസ്സഹായനായിട്ട് ആശുപത്രിയിലേക്ക് എടുക്കപ്പെടുകയാണ്. കലാഭവൻ മണി എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 44-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിന് അപ്പോൾ 100 കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. പക്ഷെ പൈസയ്ക്കോ ഡോക്ടർമാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ജീവിതം അവസാനിച്ചു. ജയലളിത 2 മാസക്കാലം ICUവിൽ കിടന്നാണ് മരിക്കുന്നത്. ICUവിൽ കിടന്ന അത്രയും നാള് മരിച്ചത് ആണോ കിടന്നത്, മരിക്കാതെ ആണ് കിടന്നതെന്ന് ഇന്ന് വരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. അമ്മ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 1000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. 1000 കോടി രൂപ, 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷവും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് മുൻപിലുള്ള ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാതെ, ഉന്നതമായതിനു വേണ്ടി അതിലേക്ക് നോക്കാതെ, ലൗകികമായതിലേക്കും ലോകത്തിൻ്റെതായ ചെറിയ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന മനുഷ്യരുടെ കഥ പറഞ്ഞു വെക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള പല പല സംഭവങ്ങൾ. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും.
നമ്മളുടെ ആകുലങ്ങളും നമ്മുടെ ഉത്കണ്ഠകളൊക്കെ, എനിക്ക് ആവശ്യത്തിനുള്ള പണമില്ല, വീട്ടിൽ സൗകര്യങ്ങളില്ല, മക്കൾക്ക് നല്ലൊരു ജോലിയില്ല, ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ഉദ്ദേശിക്കുന്നതിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ആകുലതകൾ കൊണ്ട് നിറയുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മളെ കാണിച്ചു തരാണ് ഇതൊക്കെ ഉള്ളവരുടെ സമാധാനക്കേട്, ഇതൊക്കെ ഉള്ളവരുടെ ജീവിതങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കേണ്ടത്? എന്താണ് വിലയുള്ളതെന്ന് മനസ്സിലാക്കണം, എന്താണ് ഉന്നതമായതെന്ന് മനസ്സിലാക്കണം, എന്തിനാണ് വില കൊടുക്കേണ്ടത്, നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വീണ്ടും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം. അവിടെ നമ്മൾ കാണും മർത്തായും മറിയവും. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. രണ്ട് വ്യക്തികളെ കാണിക്കുകയാണ്. പല പല കാര്യങ്ങളിൽ ആകുലചിത്തയായിരുന്ന ഒരാള് കർത്താവിന്റെ മുൻപിൽ, കർത്താവിന്റെ അടുത്ത് ഇരുന്ന ആള്. അപ്പോൾ ഈശോ വന്നിട്ട് പറയുകയാണ്, എന്നെ തനിയെ വിട്ടിരിക്കുന്ന നീ ശ്രദ്ധിക്കുന്നില്ലേ, എന്നെ സഹായിക്കാൻ അവളോട് പറയുക എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കേൾക്കണത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. എന്താണ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നിവിടെ ഈ വചനം കേൾക്കാനായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും പരമപ്രധാനമായത്, വിലയുള്ളത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവാണ്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമോ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇപ്പൊ ഈ ജീവിതങ്ങളൊക്കെ നമുക്ക് ചുറ്റും നമുക്കുള്ള പാഠപുസ്തകങ്ങളാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പ്രയോറിറ്റി ഓഫ് വാല്യൂസ്. പണം നല്ലതാണ്, മക്കൾ നല്ലതാണ്, കുടുംബം നല്ലതാണ്, കാറ് നല്ലതാണ്, വീട് നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യങ്ങളിൽ എന്തിന് പ്രയോറിറ്റി, മൂല്യങ്ങളിൽ ഏറ്റവും മൂല്യം എന്തിനു കൊടുക്കണം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് നമ്മളുടെ ഈ പരിപാടി, ഈ വചന ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം രോഗസൗഖ്യങ്ങളല്ല, സമ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ബഹളങ്ങളല്ല. അതിൻ്റെ ഉപരിയായിട്ട് ഡീപ്പനിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ആധ്യാത്മികതയിൽ വളരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആത്മാവിൽ വളരാനായിട്ട് ശ്രമിക്കണമെങ്കിൽ ഭോഷനായ മനുഷ്യൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കരുത്. അവന് എന്തുണ്ടായി? ഒരുപാട് ധാന്യമുണ്ടായി. അവനതിൽ സന്തോഷിച്ചു. സന്തോഷിക്കല്ല, ഒരു പടി കൂടി കിടന്ന് അവൻ എന്ത് ചെയ്തു? അഹങ്കരിച്ചു. അവൻ എന്താണ് പറഞ്ഞത്? ഇതെല്ലാം ഞാൻ നേടിയതാണ്. ഇത് ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. എപ്പോഴാണോ ഇതൊക്കെ ഞാൻ നേടിയതാണെന്ന് വിചാരിക്കുന്നുവോ അത് വലിയ അപകടമാണ്. ഇതെൻ്റേതാണെന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നുവോ അവിടെ ഈ അഹങ്കാരം മുളപൊട്ടും. പിന്നെ ഞാനാണ് വലുത് അവിടെ. ഇത് ഒരു സൈഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ മറ്റൊരു വശമുണ്ട്. എപ്പോഴിത് നഷ്ടപ്പെടുന്നു അപ്പോൾ നിരാശയിലേക്ക് പോകും, വേദനയിലേക്ക് പോകും, അസ്വസ്ഥതകളിലേക്ക് പോകും, മനസ്സ് മുഴുവൻ കലുഷിതമായിട്ട് തീരും. എപ്പോഴാണ് നമ്മൾ ഇതെല്ലാം ദൈവം തന്നതാണെന്ന് ചിന്തിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ആകുലതകൾ മാറും.
ഉത്കണ്ഠകൾ മാറും, പ്രതീക്ഷയുണ്ടാകും, എളിമപ്പെടും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നതെല്ലാം ദൈവമാണെന്ന് എപ്പോൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ, അത് നന്മയായിക്കോട്ടെ, നമ്മുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, ദൈവം തന്നതാണെന്ന് ചിന്തിക്കുമ്പോൾ അപ്പോൾ നമുക്കതിൽ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാനായിട്ട് നമുക്ക് ആകണം. അത് നമ്മൾ ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് ശരിയായൊരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം. എന്താണ് ആ കാഴ്ചപ്പാട്? മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മൾ തിരിച്ചറിയണം. പണം ഉണ്ടാക്കുക എന്നുള്ളതാണോ ജീവിതത്തിൻ്റെ ലക്ഷ്യം? മക്കളെ വളർത്തി കല്യാണം കഴിപ്പിച്ച് വിടാന്നുള്ളതാണോ ജീവിത ലക്ഷ്യം? സുഖസൗകര്യമായ നല്ല വീട്, നല്ല കാർ ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണോ ജീവിത ലക്ഷ്യം? ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ മനുഷ്യനും ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ എത്തിച്ചേരാൻ. ഈ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്രമത്തോടുകൂടിയ, ചിട്ടയോടുകൂടിയ ഒരു ആധ്യാത്മിക ജീവിതം നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് നമ്മളിന്ന് പരീക്ഷിച്ച ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം. മറ്റു പല കാര്യങ്ങളുണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഒന്നാമത് നമ്മളെ തന്നെ ഒന്ന് എന്നും ശാന്തമായിട്ട് അല്പനേരം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ വെറുതെ പ്രാർത്ഥനയല്ല, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്തിട്ട് ഈശോയോടൊപ്പം ചേർന്ന് ഈശോയാകുന്ന കണ്ണാടിയിലൂടെ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റണം. ഒന്ന് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് കേട്ട ഈ വചന സന്ദേശത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ജീവിതത്തിൻ്റെ വ്യഗ്രതയാൽ ഓടി നടന്ന സുഖഭോഗങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, ആർഭാടങ്ങളിലൂടെ എനിക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുമെന്ന് വിചാരിച്ച് നടന്ന ലോകത്തിലെ പല മനുഷ്യരുടെയും അവരുടെ ജീവിതാനുഭവങ്ങളെയും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെയും കുറിച്ച് ഞാൻ മനസ്സിലാക്കി കണ്ടു. ഈശോ പറയുന്നുണ്ട്, ഒരേ ഒരു കാര്യമുള്ളൂ, നീ എന്നോടൊപ്പം ആയിരിക്കുക. ആദ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക, രാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നിനക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അറിയുന്ന സ്വർഗസ്ഥനായ പിതാവാണ് ഞാൻ. അവിടുത്തെ വചനം നമ്മളോട് പറയുന്നു, നിന്റെ തലമുടിയുടെ നാര് കൊഴിയുന്നത് പോലും ഞാൻ അറിയുന്നുണ്ട്. ഈ ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മളിലുള്ള ദൈവാത്മാവിനെ തിരിച്ചറിയണം. റൂഹ, കാറ്റ്. ഈ കാറ്റ് ഊതിയാണ്, ഈ ശ്വാസം ഊതിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. സ്പിരിറ്റ്, സ്പിരിച്വാലിറ്റി, ഈ ആത്മാവുമായിട്ടുള്ള ബന്ധമാണ് സ്പിരിച്വാലിറ്റി. ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ, സംഗമം. ഈ ആത്മാവിന് നമ്മെ പ്രചോദിപ്പിക്കാൻ കഴിയും. ഈ ആത്മാവിനെ നമുക്ക് ഉണർത്താനായിട്ട് കഴിയും. ഈ ആത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ സാധിക്കും. നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിച്ച്, ഈ ആത്മാവ് എന്നെ നിറയ്ക്കണമേ, എന്നിലുള്ള ദൈവിക ചൈതന്യത്തെ ഉണർത്തണമേ, ആത്മാവാം ദൈവമേ എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാവാം ദൈവമേ
വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ ചേർന്ന് പാടട്ടെ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ജീവിത അവസ്ഥകളെ, നൊമ്പരങ്ങളെ, വേദനകളെ, സഹനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. അടുത്തായിരിക്കുന്നവരും അകലെ ആയിരിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിയാൻ, ആധ്യാത്മികമായിട്ട് വളരാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, യേശുവുമായിട്ടുള്ള അഗാധ ബന്ധം സ്ഥാപിക്കാൻ, അവിടത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ വെളിവ് കൊടുക്കണമേ, ബുദ്ധി കൊടുക്കണമേ, ജ്ഞാനത്താൽ നിറയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ നിമിഷം ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ എല്ലാ ഹൃദയ നൊമ്പരങ്ങളെ ഈശോയോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള എല്ലാ അവസ്ഥകളെയും അറിയുന്ന ഈശോയാണ് എന്നെ അനുഗ്രഹിക്കാനായിട്ട് എൻ്റെ മുൻപിലുള്ളത്. പരിശുദ്ധ കുർബാനയിൽ സജീവമായി എഴുന്നള്ളിരിക്കുന്ന ഈശോ എൻ്റെ മുൻപിലേക്ക് വരികയാണെന്നുള്ള ബോധ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കാം. എൻ്റെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള കുടുംബ കലഹങ്ങളാൽ, ദുശീലങ്ങളാൽ ഒക്കെ വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കാം. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കാം. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ഞെരുക്കങ്ങൾ, ക്ലേശങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരെ സമർപ്പിക്കാം. എല്ലാ ആകുലതകളും വിഷമങ്ങളും അറിയുന്ന കർത്താവിൻ്റെ ഉറച്ച വിശ്വാസത്തോടുകൂടി അവിടുത്തെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമുടെ നാദനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നുവണങ്ങിടുവിൻ, സന്നിധി ചേർന്നുവണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തി